പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ ഉള്ളടക്കം നമ്മൾ പരിശോധിച്ചു. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. വിജയകുമാർ കൂടി നമ്മളോടൊപ്പം ചേരുന്നു. വിജയകുമാർ, ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ബി.ജെ.പിയുടെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുക കൂടിയായിരുന്നു പ്രധാനമന്ത്രി ഇന്ന് തൃശ്ശൂരിൽ ചെയ്തത്. എന്തൊക്കെ രാഷ്ട്രീയ വിഷയങ്ങളാണ് അദ്ദേഹം പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയത്? ഗോപി, ദേശീയ തലത്തിൽ ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യങ്ങളിൽ ഒന്ന് തീസരി ബാർ മോദി സർക്കാർ എന്നതാണ്. മൂന്നാം വട്ടവും മോദി സർക്കാർ എന്നതാണ് ബി.ജെ.പിയുടെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളിൽ ഒന്ന്. മോദിയുടെ ഗ്യാരണ്ടി എന്നതാണ് അതിൻ്റെ മറ്റൊരു ഭാഗം. അങ്ങനെ മോദിയുടെ ഗ്യാരണ്ടി എന്നത് നരേന്ദ്രമോദി തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അത് ആ മട്ടിൽ ഒരു രാഷ്ട്രീയ ഒരു മുദ്രാവാക്യമാക്കി മാറ്റുകയാണ് നരേന്ദ്രമോദി ചെയ്യുന്നത്. ആ മട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ. അദ്ദേഹം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2-3 മാസത്തിനിടയിൽ ഈ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് മോദിയുടെ ഗ്യാരണ്ടി എന്നത് ഒരു തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമാക്കി മാറ്റാൻ ബി.ജെ.പി തീരുമാനിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഈ അയോധ്യയിലെ രാമക്ഷേത്രവും അതിൻ്റെ പ്രാണപ്രതിഷ്ഠയൊക്കെ ഈ മോദിയുടെ ഗ്യാരണ്ടി എന്ന മട്ടിൽ ജനങ്ങളിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ എത്തിക്കാൻ എന്നതാണ് ബി.ജെ.പിയുടെ ഒരു രാഷ്ട്രീയ നീക്കം. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പ്രസംഗത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെ മോദിയുടെ ഗ്യാരണ്ടി എന്നത് പറയുക, അത് സദസ്സിനെ കൊണ്ട് പറയിപ്പിക്കുക. നരേന്ദ്രമോദി ഒരു ഭാഗം പറയുന്നു, അത് മോദിയുടെ ഗ്യാരണ്ടി എന്ന് വേദിയിലുള്ള സദസ്സിലുള്ള വനിതാ പ്രവർത്തകരെ കൊണ്ട് ഉച്ചത്തിൽ പറയിപ്പിക്കുന്നു. അവരത് ഏറ്റുപറയുന്നു. ആ മട്ടിൽ മോദിയുടെ ഗ്യാരണ്ടി എന്നത് ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമാക്കി മാറ്റാൻ, അല്ലെങ്കിൽ അതൊരു പ്രചാരണ വിഷയമാക്കി, പ്രചാരണ സൂചനയാക്കി മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട് ബി.ജെ.പി. അതുതന്നെയാണ് പ്രധാനമന്ത്രി ഇന്നത്തെ വേദിയിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ മോദിയുടെ ഗ്യാരണ്ടി എന്ന് തുടർച്ചയായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നത്. അത് നമ്മൾ പറഞ്ഞതുപോലെ തീസരി ബാർ മോദി സർക്കാർ എന്ന മൂന്നാം വട്ടവും മോദി സർക്കാർ എന്ന ബി.ജെ.പിയുടെ രാഷ്ട്രീയ പ്രചാരണത്തിൻ്റെ ചുവട് പിടിച്ചുള്ള മറ്റൊരു ഭാഗമാണ് മോദിയുടെ ഗ്യാരണ്ടി എന്നത്. അത് ആളുകളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ തുടക്കത്തിലുണ്ടാകുന്ന എല്ലാ പൊതുപരിപാടികളിലും ചെയ്യുന്നത് എന്നതാണ് കഴിഞ്ഞ 2-3 യോഗങ്ങളിൽ നമ്മൾ കണ്ടത്. അതുതന്നെയാണ് തൃശ്ശൂരിലും കണ്ടത്. ഒരു രാഷ്ട്രീയ പ്രസംഗം എന്ന് നമുക്ക് പറയാം. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ വിവാദങ്ങളിലേക്ക് അധികം കടന്നാൽ അത് തിരിച്ചടിക്കുമോ എന്നൊരു ആശങ്ക ബി.ജെ.പി നേതൃത്വത്തിനുള്ളത് കൊണ്ടാവാം ഈ മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അദ്ദേഹം ആഴത്തിൽ പോകാഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗോപി, ശരി, എസ് വിജയകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വിജയകുമാർ, ഇവിടെ സ്വാഭാവികമായും ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ വേദികളിൽ പ്രഖ്യാപിക്കുന്ന ഒരു പതിവ് ബി.ജെ.പിയെ സംബന്ധിച്ചില്ല. അതേസമയം തന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാകും എന്ന് സൂചന നൽകിക്കൊണ്ടുള്ള ചുവരെഴുത്തുകളൊക്കെ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞിരുന്നു. വേദിയിലെ ഒരുപക്ഷെ ഒരു പ്രധാനപ്പെട്ട സാന്നിധ്യമായി സുരേഷ് ഗോപി ഉണ്ടായിരുന്നു. സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു? ഗോപി, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അത്തരമൊരു രാഷ്ട്രീയ സൂചനയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ റോഡ് ഷോയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ കണ്ടതാണ് സുരേഷ് ഗോപി ആ തുറന്ന വാഹനത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷന് തൊട്ടു പിന്നിൽ സുരേഷ് ഗോപിയും ഉണ്ടായിരുന്നു. അങ്ങനെ പ്രധാനമന്ത്രിയോടൊപ്പം സുരേഷ് ഗോപി ഈ റോഡ് ഷോയുടെ ഏതാണ്ട് 1.5 കിലോമീറ്റർ ദൂരത്തിൽ യാത്ര ചെയ്തു എന്നതാണ് സുരേഷ് ഗോപി ഇവിടെ സ്ഥാനാർത്ഥിയാകുമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂചന. ബി.ജെ.പിക്ക് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്, അതിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി തീരുമാനിക്കുന്നത് ബി.ജെ.പിയുടെ പരമോന്നത നയരൂപീകരണ സമിതിയായ പാർലമെൻ്ററി ബോർഡാണ്. ആ പാർലമെൻ്ററി ബോർഡാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥി പട്ടികകൾ പരിശോധിച്ചൊരു തീരുമാനമെടുക്കുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ച് ബി.ജെ.പി സംസ്ഥാന ഘടകം മറ്റൊരു പേര് നൽകത്തുമില്ല. അതുകൊണ്ട് സുരേഷ് ഗോപി തന്നെ ആയിരിക്കും ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്നതിൽ തർക്കമില്ല. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ ഈ വേദിയിൽ സുരേഷ് ഗോപിയുടെ കൈപിടിച്ച് ഈ റോഡ് ഷോയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ അദ്ദേഹത്തെ നരേന്ദ്രമോദി ഒപ്പം നിർത്തിയത്, അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയത് അതിൻ്റെ സൂചന തന്നെയാണ്. അത് നമ്മൾ ഈ റോഡ് ഷോയുടെ ആദ്യന്തം പരിശോധിച്ചാൽ അത് കാണുകയും ചെയ്യാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചനയായി നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്നത്. ഒരു തുറന്ന വേദിയിൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കും എന്നത് നമ്മൾ ഒരുപക്ഷെ അത്തരത്തിലുള്ള എന്തെങ്കിലും പരോക്ഷ സൂചനകൾ വേദിയിൽ നൽകുമെന്ന് കരുതിയെങ്കിലും അതിനും അദ്ദേഹം തയ്യാറായില്ല. പക്ഷേ ഈ റോഡ് ഷോയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ
സുരേഷ് ഗോപിയെ കൂടെ നിർത്തിയത്, ഒപ്പം നിർത്തിയത് നൽകുന്നത് അദ്ദേഹം തന്നെയാണ് ഇവിടെ മത്സരിക്കാൻ പോകുന്നത് എന്ന രാഷ്ട്രീയ സന്ദേശം തന്നെയാണ്. അത് മനസ്സിലാക്കുക, അത് പ്രവർത്തകർക്കും കേരളത്തിലെ നേതാക്കൾക്കും മനസ്സിലാക്കാൻ വേണ്ടി കൂടി തന്നെയാണ് അത്തരമൊരു തീരുമാനം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്നത് എന്നതാണ് നമ്മൾക്ക് വിലയിരുത്താൻ കഴിയുക. അതിനപ്പുറത്തേക്ക് ഒരു പേര് പറഞ്ഞ് സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാകും എന്ന തരത്തിലേക്ക് അദ്ദേഹത്തെ അവതരിപ്പിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രം. പക്ഷേ ആ റോഡ് ഷോയുടെ ഒപ്പം നിർത്തുകയും ആ പരിഗണന നൽകുകയും ചെയ്തതിലെല്ലാം ഉണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ സന്ദേശം. അത് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ കൂടി ഒപ്പം നിർത്തിയാണ്. അത് സംസ്ഥാന ഘടകത്തിന് കൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ആ തീരുമാനം. നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ, രാവിലെ PK കൃഷ്ണദാസിനോട് സംസാരിച്ചപ്പോഴും ശോഭാ സുരേന്ദ്രനോട് സംസാരിച്ചപ്പോഴും പിന്നീട് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനോട് സംസാരിച്ചപ്പോഴും ഒക്കെ സുരേഷ് ഗോപി ഇവിടെ മത്സരിക്കുമെന്നതിൽ അവർക്കാർക്കും തർക്കമില്ല. പക്ഷേ അത് തീരുമാനിക്കേണ്ട അതോറിറ്റി അവരല്ലാത്തത് കൊണ്ട് അത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇന്ന് രാവിലെ എറണാകുളത്തു നിന്നുള്ള യാത്രയിൽ ഈ തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ പലയിടങ്ങളിലേക്ക് കടക്കുമ്പോഴൊക്കെ സുരേഷ് ഗോപിക്ക് വോട്ട് ചോദിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ചുവരെഴുത്ത് എല്ലായിടത്തുമുണ്ട്. ചതിക്കില്ല, ഇതൊരു ഉറപ്പാണ് എന്ന മട്ടിൽ സുരേഷ് ഗോപിയെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ചുവരെഴുത്ത് പലയിടത്തും നമ്മൾ കണ്ടു. അതൊന്നും BJP സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങളൊന്നും തള്ളിയതല്ല. അത് ഒരു സൂചന തന്നെയാണ്. അതിൽ മാറ്റമൊന്നുമില്ല എന്നതാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കഴിയുമ്പോൾ അത് കുറെ കൂടി ഉറപ്പിച്ചു പ്രധാനമന്ത്രി. ശരി, ഏതായാലും ഇതൊക്കെ തന്നെയാണ് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ശക്തമായ കരുത്തുറ്റ സൂചനകളായി നിലനിൽക്കുന്നത്. അതിനപ്പുറം സുരേഷ് ഗോപിയുടെ പേര് പരാമർശിച്ചുകൊണ്ടുള്ള ഒരു ഭാഗം പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നില്ല. S. വിജയകുമാർ അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.